തണുപ്പിന്റെ ഈ ലോകത്തേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. ഗോളി സോഡയുടെ രുചിയറിയൂ രുചിയറിയൂ. ഓരോ ബോട്ടിലും പുതുമയുടെ സ്പർശം കാത്തിരിക്കേണ്ട, ഇപ്പോഴേ തുടങ്ങാം ഗോളി സോഡ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കോയമ്പത്തൂരിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു കുറഞ്ഞ മുതൽ മുടക്കിൽ അടിപൊളിയായിട്ടൊരു ബിസിനസ് ആരംഭിക്കണം, അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ കുറച്ച് മിഷണറീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ സ്പ്രൈറ്റ് പോലെ, 7up പോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ വിപണിയിലേക്ക് എത്തിക്കണം, ആളുകളിലേക്ക് എത്തിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തകർപ്പൻ ഒരു കമ്പനി, അതിന് പറ്റിയ മിഷണറീസ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അതിൻ്റെ ആഫ്റ്റർ സർവീസ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാലക്കാടുകാരൻ അക്ഷയ് എന്നൊരു യുവ സംരംഭകനാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അക്ഷയ് നമുക്ക് പരിചയപ്പെടാം. ഹായ് അക്ഷയ്, ഹൗ ആർ യു? ഹലോ ബ്രോ. ഇതാണ് നമ്മുടെ അക്ഷയ്, പാലക്കാടുകാരനാണ്. നമ്മൾ അക്ഷയെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. അക്ഷയ്, ഇത് എന്താണ് കമ്പനി, എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ. ഓക്കെ, നമ്മളിവിടെ മെയിൻ ആയി ചെയ്യുന്നത് സോഡ മേക്കിംഗ് മെഷീൻസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സോഡ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്ലാസ് ബോട്ടിൽ, ഇനി ഒന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ ഗോലി സോഡ. ഈ മൂന്നിനുള്ള പ്രിപ്പറേഷൻ യൂണിറ്റ്, വാഷിംഗ് യൂണിറ്റ്, സോഡ ഫില്ലിംഗ് യൂണിറ്റ് എല്ലാ മെഷീൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സോഡ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഈ കമ്പനി എക്സാക്ട് എവിടെയായിട്ട്? എക്സാക്ട് ആയിട്ട് നമുക്ക് കോയമ്പത്തൂരിൽ ആവറംപാളയം എന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ബ്രാഞ്ച് ഓഫീസും ഉണ്ട്. പാലക്കാട് കൊല്ലംകോട് എന്ന സ്ഥലത്തും നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. ഓ, നിങ്ങൾ പിന്നീട് ഇവിടെ വന്നാണ്. അപ്പൊ നിങ്ങൾ എത്ര കൊല്ലമായി ഈ ഒരു ഫീൽഡ്? നമ്മൾ ഇവിടെ 19 years ആയി, 19 വർഷമായി. 19 വർഷമായിട്ട് ഈ ഫീൽഡിൽ. അതെ അതെ അതെ. അപ്പൊ ഇതെന്താണ് ഈ മിഷനറീസ് ഇപ്പൊ എന്താ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്? എന്താണ്? നമ്മള് പണ്ട് മാനുവൽ മെഷീൻസ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പൊ സെമി ഓട്ടോമാറ്റിക് ടൈപ്പാണ് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ക്രൗൺ കോർക്ക് ഗ്ലാസ് ബോട്ടിൽ എന്ന ഓട്ടോമാറ്റിക് സോഡ ഫില്ലിംഗ് ആൻഡ് കോർക്കിംഗ് മെഷീൻ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ മെഷീൻ വന്നിട്ട് ഈ ക്രൗൺ കോർക്കിന്റെ ഗ്ലാസ് ബോട്ടിൽ ഫില്ല് ചെയ്യാനുള്ള മെഷീനാണ്. ഫില്ലിങ്ങും കോർക്കിങ്ങും ഇതിൽ ഓട്ടോമാറ്റിക് ആണ്. പണ്ട് മാനുവൽ ആയിരുന്നു, ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അതേപോലെ ഈ മെഷീൻ വർക്ക് ചെയ്യാൻ നമ്മൾക്കൊരു എയർ കംപ്രസർ ആവശ്യമുണ്ട്, ഒരു കാർബണേറ്റർ ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ സോഡ ഔട്ട്പുട്ട് വേണം എന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം തണുപ്പിക്കണം. അപ്പോൾ നമുക്കൊരു ചില്ലിംഗ് പ്ലാന്റും കൂടി ആവശ്യമുണ്ട്. ഈ ഒരു മെഷീന്റെ പണി എന്താണെന്ന് വെച്ചാൽ സോഡ ഫില്ലിംഗ് ആൻഡ് കോർക്കിംഗ് മാത്രമാണ്. നമുക്ക് മിനിമം 4 മെഷീൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ മെഷീനെ കുറിച്ച് പറയാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഇത് എങ്ങനെയാണ് ഇതിന്റെ? ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ആദ്യം നമ്മൾ ഈ കോർക്കിനെ ഈ ഹെഡിനകത്തൊന്ന് വെക്കണം. ഹെഡിനകത്ത് വെച്ചിട്ട് ഇതിൽ ഓൾറെഡി ഫ്ലേവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫില്ല് ചെയ്ത ബോട്ടിലിനെ ഇതിനകത്ത് വെക്കുക. എന്നിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ സോഡ ഓട്ടോമാറ്റിക് ഫില്ലാവും, കോർക്കാവും. ഇങ്ങനെ സോഡ നമുക്ക് കിട്ടും. അതെ. അപ്പൊ ഇതിനകത്ത് വെള്ളം വേറെ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കുപ്പിയിൽ? ഇല്ല. ഏതാണോ ഫ്ലേവർ വേണ്ടത് ഫ്ലേവർ ഒഴിക്കുക. പ്ലെയിൻ സോഡ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ ഇല്ലാതെ കോർക്കും ബോട്ടിൽ മാത്രം വെച്ചാൽ നമുക്ക് പ്ലെയിൻ സോഡ ഫില്ലായി കോർക്കായി വരും. ഫില്ല് ചെയ്യുന്ന ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അതെ, അതിന്റെ അളവല്ല ഇത് ഓട്ടോമാറ്റിക്കലി മെഷീൻ ക്രമീകരിച്ചു. അതെ. ഇതില് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റെഗുലേറ്റർ ഉണ്ട്. അതിൽ നമ്മൾ പ്രഷർ ഫിക്സ് ചെയ്യണം. നമ്മൾ ഫിക്സ് ചെയ്ത പ്രഷറിനെക്കാട്ടിലും കൂടുതലും കുറവും വരില്ല, പക്കയായിരിക്കും. നമ്മൾ എത്രയാണോ പ്രഷർ ഫിക്സ് ചെയ്യുന്നത് അത്ര പ്രഷറേ വരുള്ളൂ. കുപ്പി പൊട്ടുന്ന അപകടങ്ങൾ ഇതിൽ കുറവായിരിക്കും. കാരണം കുപ്പി പൊട്ടാൻ സാധ്യതയുണ്ടോ? അതെ, നമ്മൾ പ്രഷർ എക്സീഡ് ചെയ്താൽ പൊട്ടും. മാക്സിമം നമ്മൾ 75 to 80 PSI ആണ് ഗ്യാസ് പ്രഷർ പറയുന്നത്. അപ്പൊ അതിൽ കൂടുതൽ പോയാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മളൊരു സംരക്ഷണം, അതായത് സേഫ്റ്റി ഗാർഡ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്ക് കുപ്പി പൊട്ടിയാൽ മേലെ തെറിക്കില്ല, സൈഡേ തെറിക്കുള്ളൂ. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് അത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന്റെ പ്രവർത്തനോട് ഒന്ന് വിവരിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു യൂസർ ഫ്രണ്ട്ലി മെഷീൻ ആണ്. ഇതിലാകെ നമുക്ക് ഫില്ലിങ്ങിന്റെ സെറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഫില്ലിങ്ങിന്റെ സെറ്റിംഗ് ആർക്ക് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ പ്രഷർ എല്ലാം നമ്മൾ അതിൽ സെറ്റ് ചെയ്യണം. ഇതിന്റെ ഫില്ലിങ്ങിന്റെ ലെവൽ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യും. 200 ml, 250 ml, 300 ml പറഞ്ഞിട്ട് അതിന്റെ ലെവലൊക്കെ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മുടെ ടീം വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത എല്ലാം ഗൈഡൻസും പ്രോപ്പറായി തരും നിങ്ങൾക്ക്. നമുക്ക് ഇതിൽ എത്ര വില വരും? ഈ ഒരു മെഷീൻ മാത്രം നമുക്ക് 84,500 പ്ലസ് GST വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മെഷീൻ മാത്രം ഉപയോഗിച്ച് ഒരു സോഡ കമ്പനി നടത്താൻ പറ്റില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ഫില്ലിംഗ് മെഷീൻ മാത്രമാണ്, ഫില്ലിംഗ് ആൻഡ് കോർക്കിംഗ് മെഷീൻ മാത്രമാണ്. മിനിമം നമുക്ക് 4 മെഷീൻ ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ ചില്ലിംഗ് പ്ലാന്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റിൽ വരുന്ന 1 ton 80 liters ടാങ്ക് കപ്പാസിറ്റി ഉള്ള ചില്ലറാണ്. ഇത് മിനിമം വേണം. ഇതിലാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് തണുപ്പിക്കുന്നത്.
ഇതിൽ വെള്ളം തണുപ്പിച്ചതിന് ശേഷം നമ്മൾ കാർബണേറ്റർ എന്ന ഒരു മെഷീനാണ് വെള്ളം ഇതിലേക്ക് ഇത് പമ്പ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് കാർബണേറ്റർ. ഇത് 8 ഇഞ്ച് ഡയമീറ്റർ 7 ഫീറ്റ് ഹൈറ്റ് വരുന്ന കാർബണേറ്റർ ആണ്, ജംബോ കാർബണേറ്റർ ആണ്. ഈ കാർബണേറ്ററിനകത്താണ് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറിന് ഗ്യാസ് പ്രഷർ നമ്മൾ ഇൻലെറ്റ് കൊടുക്കും. അതേപോലെ ഈ വെള്ളം തണുപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ തണുപ്പിച്ച വെള്ളം ഉള്ളിൽ ഇൻലെറ്റ് കൊടുക്കും. രണ്ടും കൂടി മിക്സ് ആയി ഇതിനകത്ത് പ്ലെയിൻ സോഡയായിട്ട് മിക്സ് ആയി കിടക്കും. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽ ആണോ ഫില്ല് ചെയ്യുന്നത് അതിനനുസരിച്ച് സോഡ ഫില്ലിംഗ് മെഷീൻ മേടിച്ച് ഇതിന്ന് ഔട്ട്പുട്ട് എടുത്ത് അതിലേക്ക് കൊടുക്കും. ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എല്ലാം കൂടി വരുമ്പോൾ ഒരു 2.5 lakhs പ്ലസ് GST വരും. 2.5 lakhsൽ നമുക്ക് ഒരു സോഡ കമ്പനി ആരംഭിക്കാൻ പറ്റുമോ? അത് ഡിപ്പെൻസ് അപ്പോൺ ദ ബോട്ടിൽ. നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യണോ, ഗോലി സോഡ ചെയ്യണോ, ക്രൗൺ കോർക്ക് ഗ്ലാസ് ബോട്ടിൽ ചെയ്യണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. ഈ ക്രൗൺ കോർക്ക് ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഒരു 2.5 lakhs ഉണ്ടെങ്കിൽ നമുക്ക് മെഷീൻസ് എല്ലാം പർച്ചേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു മെഷീനിൽ ഗോലി സോഡ ചെയ്യാൻ പറ്റില്ല അപ്പോൾ? ഇല്ല, ഇതിൽ ക്രൗൺ കോർക്ക് ഗ്ലാസ് ബോട്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗോലി സോഡന് വേറെ കൈൻഡ് ഓഫ് ഫില്ലിംഗ് മെത്തേഡ് ആണ്, ഇതിന് വേറെ കൈൻഡ് ഓഫ് ഫില്ലിംഗ് മെത്തേഡ് ആണ്. അപ്പൊ ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിലും ചെയ്യാൻ പറ്റില്ല. ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ക്രൗൺ കോർക്ക് ഗ്ലാസ് ബോട്ടിൽ മാത്രമാണ്. പ്രിപ്പറേഷൻ യൂണിറ്റ് ഒക്കെ കോമൺ ആണ്, ചില്ലർ കോമൺ ആണ്, എയർ കംപ്രസർ കോമൺ ആണ്, കാർബണേറ്റർ കോമൺ ആണ്. പക്ഷെ നമ്മുടെ സോഡ നിറയ്ക്കുന്ന, അതായത് സോഡ ഫില്ലിംഗ് മെഷീൻ മാത്രം നമുക്ക് വേറെ വെക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഗോലി സോഡന്റെ ഫില്ലിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് സിംഗിൾ ഹെഡ് വരുന്നുണ്ട്, 2 ഹെഡ് വരുന്നുണ്ട്, 4 ഹെഡ് വരുന്നുണ്ട്. സിംഗിൾ ഹെഡിലാണെങ്കിൽ ഒരു മിനിറ്റിൽ 6 bottles പെർ മിനിറ്റ് ഔട്ട്പുട്ട് കിട്ടും. അതേ 2 ഹെഡിൽ 8 bottles അതേപോലെ 4 ഹെഡിൽ 14 bottles ഔട്ട്പുട്ട് കിട്ടും. ഇതിലും അങ്ങനെയാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു 50 ml ഫ്ലേവർ ഫില്ല് ചെയ്യണം. അത് ഏത് ഫ്ലേവർ ആണോ വേണ്ടത്, ബ്ലൂബെറി, റെഡ് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ ഏതാണോ വേണ്ടത് അത് ആദ്യം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സോഡ ഫില്ലിംഗ് മെഷീനിൽ വെച്ചിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സോഡ ഫില്ലാകും, റൊട്ടേറ്റ് ആവും, ഗോലി ലോക്കായിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. ഇതിൽ ഗ്ലാസ് ബോട്ടിലും ചെയ്യാം, ഗോലി സോഡയിൽ പ്ലാസ്റ്റിക് ബോട്ടിലും വരുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് ബോട്ടിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതും പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതിൽ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. സെയിം മെഷീനിൽ ഒരു ചെറിയ അറ്റാച്ച്മെന്റും കൂടി ആഡ് ചെയ്താൽ ഇതിൽ നമുക്ക് ഗോലി സോഡന്റെ പ്ലാസ്റ്റിക് ബോട്ടിലും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിൽ 4 വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട്, 2 വേണം 2 ഉണ്ട്, 1 വേണമെങ്കിൽ 1 ഉണ്ട്. ഓക്കെ. അത് ഇത് തന്നെ പ്രൈസ് വരും അപ്പോൾ? ഇത് 2 ഹെഡ് നമുക്ക് 90,000 പ്ലസ് GST വരുന്നുണ്ട്. സിംഗിൾ ഹെഡ് ആവുമ്പോൾ 55,000 പ്ലസ് GST വരുന്നുണ്ട്. 4 ഹെഡ് ആവുമ്പോൾ 1,70,000 പ്ലസ് GST വരുന്നുണ്ട്. നമുക്കൊരു പെർ അവറിൽ ഇത് എത്ര ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും? ഈ 2 ഹെഡ് ആണെങ്കിൽ 480 bottles പെർ അവർ കിട്ടും. സിംഗിൾ ഹെഡിൽ 360 bottles പെർ അവർ കിട്ടും. അതേപോലെ 4 ഹെഡ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 800 bottles പെർ അവർ കിട്ടും. ഇതിന് മെയിൻ്റെനൻസ് എങ്ങനെ ഉണ്ടാവും? മെയിൻ്റെനൻസ് ആകെ 2 മെഷീനിൽ മാത്രമേ നമുക്ക് മെയിൻ്റെനൻസ് വരുന്നുള്ളൂ. ഒന്ന് ഈ ഗോലി സോഡ ഫില്ലിംഗ് മെഷീനിൽ ഇതിനകത്ത് വരുന്ന വാഷേഴ്സ്, സ്പ്രിങ്സ്, ഹോസ് പൈപ്പ്, ടിയർ ആൻഡ് വിയർ ഐറ്റംസ് എന്ന് പറയും. അത് നമ്മൾ ഫ്രീക്വന്റ്ലി റീപ്ലേസ് ചെയ്യണം. മേ ബി 2 or 3 months വൺസ് റീപ്ലേസ് ചെയ്യണം. അതേപോലെ കാർബണേറ്റർ എന്ന ഒരു മെഷീൻ ഉണ്ട്, അതിലൊരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്റർ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. which cost you more than 200 or 300 rupees. ഇത് വന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ സോഡ ഫില്ലിംഗ് മെഷീൻ ആണ്. ഇതിൽ നമ്മൾ ഫ്രം 200 ml to 1 ലിറ്റർ വരെ 1 ലിറ്റർ വരെയുള്ള എല്ലാ ബോട്ടിലും ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് 1 ലിറ്റർ വരെ ഇതിൽ പറ്റും, ഒറ്റ മെഷീനെ പറ്റും. അതെ, ഇത് സെമി ഓട്ടോമാറ്റിക് കൈൻഡ് ഓഫ് മെഷീൻ ആണ്. ഇതിൽ ഔട്ട്പുട്ട് 8 bottles പെർ മിനിറ്റ്, അതായത് 450 ബോട്ടിൽ ഒരു മണിക്കൂറിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന സെമി ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീൻ ആണ്. കുപ്പി വെക്കുക, ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, സോഡ ഫില്ലായിട്ട് താഴെ വന്ന് നിൽക്കും. പിന്നെ ഒരു ചെറിയ മോട്ടർ റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഫിക്സ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ ബോട്ടിൽ ക്യാപ്പിംഗ് ചെയ്യാനുള്ള മോട്ടറാണ്. ഇപ്പൊ സോഡ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ക്യാപ്പിംഗ് മൂടി വെച്ചിട്ട് ഇതിൽ വെച്ചാൽ ക്യാപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 ഹെഡ് പെറ്റ് ബോട്ടിൽ സോഡ ഫില്ലിംഗ് മെഷീൻ ആൻഡ് ക്യാപ്പിംഗ് മെഷീൻ നമുക്ക് വരുന്നത് 1,15,000 പ്ലസ് GST ആണ് വരുന്നത് ഈ ഫില്ലിംഗ് മെഷീന്റെ പ്രൈസ് മാത്രം. പക്ഷേ നമുക്കിപ്പോൾ ഇതിനകത്ത് ഫ്ലേവർ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്ത് വെക്കണം, അതെല്ലാം കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് അങ്ങനത്തെ ഒരു ചെയ്യാൻ പറ്റുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മെഷീൻ ഉണ്ട്? അതെ ഉണ്ട്. നമ്മൾ ഇപ്പോഴാണ് R&D കഴിഞ്ഞ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതേപോലത്തെ മെഷീൻ ഓൾറെഡി സോഡ ഫീൽഡിൽ ഉള്ളവർ കുറെ പേര് ഗുജറാത്തിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് ഗുജറാത്ത് മെഷീൻ അല്ല, ഇത് ടോട്ടലി വയറിങ് അതുപോലെ മെഷീനിങ് ഇതെല്ലാം ഇൻ ഹൗസ് ഇവിടെ ചെയ്തതാണ്, നമ്മൾ സ്പെഷ്യലി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഫ്ലേവർ ഫില്ലാവും, സോഡ ഫില്ലാവും, ക്യാപ്പിംഗ് ആയിട്ട് 3ഉം കൂടി ഒരുമിച്ച് നമുക്ക് വരും. ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 400 bottles പെർ അവർ ഔട്ട്പുട്ട് കിട്ടും. 200 ml ആൻഡ് 300 ml ഫില്ലിംഗ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബോട്ടിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി? ബോട്ടിൽ മാത്രം ഇവിടെ വെച്ച് കൊടുത്താൽ മതി. സോഡ ഫില്ലിംഗ്, ഫ്ലേവർ ഫില്ലിംഗ്, ക്യാപ്പിംഗ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇത് വന്നിട്ട് നമുക്ക് നോൺ കാർബണേറ്റഡ്, അതായത് മാംഗോ ജ്യൂസസ്, അതേപോലെ കുറെ ജ്യൂസസ്, ലിച്ചി ജ്യൂസസ് വരുന്നുണ്ട്. ഗ്യാസ് ഇല്ലാത്ത നോൺ കാർബണേറ്റഡ് ജ്യൂസസ് ഫില്ല് ചെയ്യാനുള്ള മെഷീനാണിത്. ഇത് 2 ഹെഡിലും ഉണ്ട്, 4 ഹെഡിലും ഉണ്ട്. ഇപ്പൊ എൻ്റെ സ്റ്റോക്ക് അവൈലബിൾ 2 ഹെഡ് ഫില്ലിംഗ് മെഷീൻ ആണ്. ഇത് എന്നാ പ്രൈസ് വരും?
ഇത് നമുക്ക് 58,000 പ്ലസ് GST വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഗ്യാസ് ഇല്ലാതെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഗ്യാസ് ഇല്ലാത്ത ജ്യൂസുകൾ ഫില്ല് ചെയ്യാനുള്ള മെഷീനാണ്. ഇതിൽ 200 ml to 1 ലിറ്റർ വരെ ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഒരു കുപ്പിയിൽ കൂടുതലും ഒരു കുപ്പിയിൽ കുറഞ്ഞ അളവും വരുമോ എന്നുള്ള ഒരു ഡൗട്ട് വരും. അങ്ങനെ ഒരിക്കലും വരില്ല. നമ്മൾ ഈ ഫില്ലിംഗ് ഹെഡും അതേപോലെ PLC പ്രോഗ്രാമും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കണ്ട എല്ലാ ടൂ ഫില്ലിംഗ് ഇതിൽ എല്ലാ ബോട്ടിലും ഒരേപോലെ തന്നെയാണ് ബോട്ടിൽ ഫില്ല് ആകുന്നത്. അതെ അതെ, എസ്പെഷ്യലി ഇൻ ദിസ് നോൺ കാർബണേറ്റഡ് ജ്യൂസ് ഫില്ലിംഗ് മെഷീൻ അതിൽ പക്കയായിരിക്കും. ഇതിന് ഈ ഒരു മെഷീൻ മാത്രം മതി. നമ്മൾ റെഡി ടു ഡ്രിങ്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഇൻലെറ്റ് ഹോസ് പൈപ്പ് ആ സ്റ്റോറേജ് ടാങ്കിൽ കണക്ഷൻ കൊടുത്താൽ ഏത് ബോട്ടിലാണോ ആ ബോട്ടിലിനനുസരിച്ച് ഇത് 100% നമുക്ക് ഫില്ലാക്കി തരും. ആഡ് ചെയ്യണ്ട. അതെ, ഇത് വർക്ക് ചെയ്യാൻ ഒരു എയർ കംപ്രസർ മാത്രം നമുക്ക് ആവശ്യമുണ്ട്. ഇത് 2 ഹെഡ് ആവുമ്പോൾ നമുക്ക് 58,000, 4 ഹെഡ് ആവുമ്പോൾ 99,000 വരും. നമ്മൾ സെയിം കൈൻഡ് ഓഫ് മെഷീൻസ് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ സെയിം കൈൻഡ് ഓഫ് മെഷീൻസ് നമുക്ക് ശ്രീലങ്ക, മലേഷ്യ, ദുബായ്, ഫിലിപ്പൈൻസ് ഈ കൺട്രീസിലൊക്കെ റൺ ആവുന്നുണ്ട്. ഫ്യൂച്ചറിൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും വി ആർ റെഡി ടു എക്സ്പോർട്ട് ദിസ് കൈൻഡ് ഓഫ് മെഷീൻസ്. നമ്മൾ സോഡ മേക്കിംഗ് മെഷീൻ അല്ലാതെ ബോട്ടിൽ വാഷിംഗ് മെഷീനും കൂടി ചെയ്യുന്നുണ്ട്. ഓൾ കൈൻഡ് ഓഫ് ബോട്ടിൽസ്, അതായത് എല്ലാ കൈൻഡ് ഓഫ് ഗ്ലാസ് ബോട്ടിൽസ്, ബിയർ ബോട്ടിൽസ്, മിൽക്ക് ബോട്ടിൽസ്, ഹണി ബോട്ടിൽസ്, ഓയിൽ ബോട്ടിൽസ്, ഏത് കൈൻഡ് ഓഫ് ഗ്ലാസ് ബോട്ടിൽസ് നമുക്ക് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഫ്രം 20,000 to 4 lakhs വരെ നമ്മുടെ കയ്യിൽ മെഷീൻ അവൈലബിൾ ആണ്. വാഷ് ചെയ്യുന്നതിന് മാത്രം ഫ്രം മാനുവൽ ടു ഓട്ടോമാറ്റിക് മെഷീൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഈ ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കണം, എന്നിട്ട് ഈ ബോട്ടിൽസിനൊക്കെ ഈ ടാങ്കിൽ സോക്ക് ചെയ്യണം. സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ എടുക്കുക. നമ്മുടെ ഈ ബ്രഷിംഗ് മെഷീനിൽ ഇതിൽ കംപ്ലീറ്റ്ലി സ്റ്റീലാണ്. ഇത് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് മിൽക്ക് ബോട്ടിൽസ് വാഷ് ചെയ്ത് റിൻസിങ് ചെയ്യാനുള്ള മെഷീനാണ്. ഇപ്പൊ ആദ്യം നമ്മൾ ബോട്ടിലിനെ ബ്രഷ് ഇട്ട് കഴുകണം. ബ്രഷ് ഇട്ട് കഴുകിയതിന് ശേഷം കുപ്പി നമ്മൾ കവിഴ്ത്തി വെച്ചിട്ട് ഹോട്ട് വാട്ടറിൽ റിൻസിങ് ചെയ്യും. അപ്പൊ ഇതിന് വേറൊരു മെഷീൻ ഉണ്ട്. അതെ, റിൻസിങ്ങിന് സെപ്പറേറ്റ് മെഷീൻ ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് ഹീറ്ററും വരും. ആ ഹീറ്റ് താങ്ങാവുന്ന രീതിക്കുള്ള പമ്പ്, ബാക്കിയുള്ള പൈപ്പ് ലൈനിങ് എല്ലാം നമ്മൾ പ്രോപ്പർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ മിൽക്ക് ബോട്ടിൽ റിൻസിങ് മെഷീൻ, ഹോട്ട് വാട്ടറിൽ ചെയ്യാനുള്ള റിൻസിങ് മെഷീൻ ആണ് ഇത്. സോ ഇത് നമുക്ക് ബ്രഷിംഗ് മെഷീനാണ്. ഇതിൽ എല്ലാ കൈൻഡ് ഓഫ് ബോട്ടിൽസും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ബോട്ടിലിനനുസരിച്ച് ബ്രഷ് മാറ്റാം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഗോലി സോഡൻ്റെ ആണ്. ഇതിൽ ക്രൗൺ കോർക്ക് ഗ്ലാസ് ബോട്ടിൽ അതേപോലെ മിൽക്ക് ബോട്ടിൽസ് ആണെങ്കിലും നമുക്ക് ഇതിൽ ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിൽ റിൻസിങ്ങും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവൈലബിൾ എൻ്റെ കയ്യിൽ ഗോലി സോഡ ബോട്ടിൽസ് ആണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബ്രഷിങ്ങും റിൻസിങ്ങും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ ബ്രഷിങ് യൂസ് ചെയ്തിട്ട് ഗോലി സോഡൻ്റെ ബോട്ടിൽസിനെ ബ്രഷ് ചെയ്യുന്നു. സോ ബ്രഷിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ റിൻസിങ് മെഷീനിൽ ഈ ബോട്ടിൽസിനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ റിൻസിങ് മെഷീനിൽ സെയിം വാട്ടർ തന്നെ റീസൈക്കിൾ ആവുന്നുണ്ട്. ഇതിലൊരു SS മെഷ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഒരു മൈക്രോൺ ഫിൽറ്ററും കൂടി ടാങ്കിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ സെയിം വാട്ടർ ആണ് റീസൈക്കിൾ ആവുന്നത്. വെള്ളം കൂടുതൽ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് റിൻസിങ് മെഷീനാണ്. നമ്മൾ കുപ്പിനെ ബ്രഷ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം കുപ്പിനെ ഇതിൽ ആദ്യം കൊണ്ടുവന്ന് വയ്ക്കണം. ഇതിൽ നമ്മൾ ഹോട്ട് വാട്ടറിലാണ് റിൻസിങ് ചെയ്യുന്നത്. സെയിം വാട്ടർ ആണ് നമുക്ക് റീസൈക്കിൾ ആവുന്നത്. അതിനിവിടെ നമ്മളൊരു മെഷ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡസ്റ്റും ആ മെഷിൽ അറസ്റ്റ് ആവും. സെയിം വാട്ടർ ആണ് ഇതിൽ റീസൈക്കിൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനീഷ്യലി ഇവിടെ ബോട്ടിൽസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്താൽ ഇത് നമ്മുടെ ഈ റിൻസിങ് സ്റ്റേജിലോട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രേ എടുത്തിട്ട് വീണ്ടും കൂടി ഇങ്ങനെ പുഷ് ചെയ്താൽ അടുത്ത ബോട്ടിൽസ് ആ റിൻസിങ് ഇതിലോട്ട് പോകും. എങ്ങനെയുണ്ട് സംഗതി? തകർത്തല്ലേ? അടിപൊളി കമ്പനിയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി എന്താ പറയുക, ലൈഫ് സെറ്റാകാൻ പറ്റുന്ന കുറച്ച് മിഷനറീസ് ആണ് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് ഇത് നല്ല ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നല്ലൊരു സീസണബിൾ പ്രോഡക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. സീസണിൽ നല്ല പീക്ക് സീസൺ, സമ്മർ സീസണിൽ നല്ല സെയിൽസ് ഉണ്ടാവും. അതേപോലെ നമുക്ക് ഈ റെയിനി സീസൺസ് വരുമ്പോൾ ഈ ബാർസ് അവിടെ കുറച്ച് ഓർഡേഴ്സ് പിടിച്ചാൽ ഫ്രീക്വന്റ് ഓർഡേഴ്സും ഫ്രീക്വന്റ് സെയിൽസും നമുക്ക് ഉണ്ടാവും. ഓക്കെ, ബിവറേജ് നമ്മുടെ കേരളത്തിലുള്ളത്രയും കാലം ഈ ഒരു സാധനങ്ങൾക്ക് എപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്ലൈമറ്റ് ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയി. എല്ലായിടത്തും നല്ല ചൂടായി, ഭയങ്കര പ്രോബ്ലംസ് ആണ്. അപ്പോൾ നല്ല ഫ്യൂച്ചർ ഒരു ബിസിനസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. മിഷനറീസ് ആണ്. ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, ഇതിന് കുറച്ച് റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഫ്ലേവർ, അതുപോലെ ബോട്ടിൽസ്, പിന്നെന്താ ബ്രഷസ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഞാനിപ്പോ കുറെ കണ്ടു, എല്ലാവടെ ഓർക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഇവിടുന്ന് കളക്ട് അല്ല, മെഷീൻസ് ഒക്കെ ഞാൻ സപ്ലൈ ചെയ്യും. ബോട്ടിൽ വെക്കാനുള്ള ട്രേ,
പിന്നെ സ്റ്റിക്കേഴ്സ്, ഫ്ലേവർ റോ മെറ്റീരിയൽ അഥവാ മേടിച്ച ഫ്ലേവർ റോ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, ഏത് ഫ്ലേവർ ഏത് ബ്രാൻഡിൽ വാങ്ങിക്കണം എന്നുള്ള ഐഡിയ ഇല്ലെങ്കിൽ അതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ടീമുണ്ട്. അപ്പൊ അതിന് ഞാൻ റെഫറൻസ് നമ്പർ തരും. നിങ്ങൾ ഡയറക്റ്റ് അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീലാക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും 90% സർവീസുകളും നമ്മുടെ കയ്യിലുണ്ട്. ലോൺ ഒക്കെ കിട്ടുമോ ഇതിന്? ഈ മെഷീൻസിനൊക്കെ ലോൺ ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ ലോൺ നിങ്ങളാണ് ട്രൈ ചെയ്യേണ്ടത്. ലോണിനുള്ള കൊട്ടേഷൻസ് ഞാൻ തരും. ആ കൊട്ടേഷൻ വെച്ച് നിങ്ങൾ ഒരു പ്രോജക്ട് റിപ്പോർട്ട് റെഡിയാക്കണം. എന്നിട്ട് നിങ്ങൾ കുറെ സ്കീംസ് ഉണ്ട്, PMEGP, PMFME, അങ്ങനെ കുറെ സ്കീംസ് ഉണ്ട്. അതിൽ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യാം. ഇതിന് സബ്സിഡി ഉണ്ട്. വിമൻ ഓൺടർപ്രണേഴ്സിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് കേട്ടു ഞാൻ. സോ ഫ്രം 20% to 30% അവർക്ക് സബ്സിഡിയും കിട്ടും. വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം. മാക്സിമം നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ അക്ഷയ്, എന്തായാലും വളരെ സന്തോഷം പരിചയപ്പെടാം. അക്ഷയ് പഠിച്ചൊക്കെ ഇവിടെയാണ്? ഞാൻ കോയമ്പത്തൂരാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, അതിനുശേഷം ഈ ഫീൽഡിലേക്ക്. അതെ. ഓക്കെ, എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മിഷനറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അക്ഷയ് വിളിക്കാവുന്നതാണ്. അക്ഷയുടെ നമ്പറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ ഈ ഫാക്ടറി ഒക്കെ കാണാം അല്ലേ? എല്ലാം കാണാം. എല്ലാം കണ്ട് നിങ്ങൾക്ക് സൺഡേ ക്ലോസ്ഡ് ആണ്. ഓക്കെ, പിന്നെ അക്ഷയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് അതും അതിനകത്തും ഈ അക്ഷയ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തകർപ്പൻ അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വിടവാങ്ങുന്നു. ഐ ആം ജോബിൻ കെ മാണി, സൈനിങ് ഓഫ് ഫ്രം മകരകുയ്ത്ത്. ഓക്കെ, താങ്ക് യു അക്ഷയ്. താങ്ക് യു. ഓക്കെ.